ഈ കനത്ത സുരക്ഷാ വീഴ്ചയിൽ പരിശോധന വേണ്ടേ മാഡം? തീർച്ചയായിട്ടും അതിൽ പരിശോധന ഉണ്ടാവും. അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ജയിൽ ചാട്ടം അന്വേഷിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിലൊന്നും സംശയം വേണ്ട. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അതനുസരിച്ചിട്ട് അവർ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീമതി ബി സന്ധ്യ, ഇവിടെ ഇയാൾക്ക് ഒരു കൈയേ ഉള്ളൂ, ഒറ്റക്കയ്യനാണ്, ഒരു കൈയേ ഉള്ളൂ. അപ്പോൾ ഈ ജയിലിൻ്റെ അഴികൾ മുറിച്ചു മാറ്റി ഇയാൾ പുറത്തിറങ്ങി ആ വലിയ മതിലിന് മുകളിലെ ഫെൻസിംഗ് ഒക്കെ ചാടി ഇയാൾ തനിയെ ഇറങ്ങിപ്പോയി എന്ന് നമ്മൾ വിശ്വസിക്കണോ ശ്രീമതി ബി സന്ധ്യ? ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതാണ്, അത് കണ്ടുപിടിക്കേണ്ടതാണ്. അതിന് മുമ്പ് അതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഗോവിന്ദച്ചാമി ഒരു കൈയേ ഉള്ളൂ എങ്കിലും അയാൾ പല വിധത്തിലും ഉള്ള ആക്രമണം ചെയ്യുന്നതിന് രണ്ട് കൈയുമുള്ള ആളുകളെക്കാൾ വിദഗ്ധനാണ്. അയാളൊരു സെക്സ് പ്രിഡേറ്റർ എന്ന് പറയാം. സെക്ഷൽ ഓഫൻസസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ അയാളെ പിടിച്ച് അന്വേഷിച്ച് കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ അയാൾക്കെതിരെ 14 കൺവിക്റ്റഡ് കേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻഹാൻസ്ഡ് പണിഷ്മെന്റിന് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിരുന്ന ആളാണ്. അപ്പോൾ ഇത്തരം ആളുകൾ കൊടുങ്കുറ്റവാളികളാണ്, ഡേഞ്ചറസ് ആണ് സമൂഹത്തിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം ആളുകൾ പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാൻ എല്ലാ സാധ്യതയും ഉള്ളവരാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് തീർച്ചയായിട്ടും അയാൾ ചെയ്ത മർഡർ, അന്ന് ചെയ്ത മർഡർ, റേപ്പിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ തള്ളിയിട്ടതിന് ശേഷം ആ ഗുരുതരമായ പരിക്കേറ്റ ഒരു കുട്ടിയെയാണ് അയാൾ റേപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഓഫൻസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി മരിച്ചു പോകുമെന്നുള്ള പൂർണ്ണമായ ധാരണ അയാൾക്ക് ഉള്ളതാണ്. അപ്പോൾ അത് ഈ ലീഗൽ സർക്കിളിലെല്ലാം വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്യൂപ്പൈൻ പൊസിഷനിൽ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് മാത്രം വെച്ചിട്ട് അയാൾക്ക് മർഡറിന് ശിക്ഷ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അത് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു ചർച്ചയാകേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഇയാൾ ജയിലിൽ ചാടുക കൂടി ചെയ്തപ്പോൾ ഇത് വീണ്ടും ചർച്ചയാകട്ടെ, ലീഗൽ സർക്കിൾ അത് ഡിസ്കസ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മാഡം, ശ്രീമതി ബി സന്ധ്യ, ഇവിടെ സൗമ്യയുടെ അമ്മ പറയുകയായിരുന്നു ഇയാൾക്ക് തൂക്കുകയർ കൊടുക്കണമെന്ന് പറയുകയായിരുന്നു. അതൊരു പക്ഷേ എന്താണ് ഭീകരമായി കൊല്ലപ്പെട്ട ഒരു മകളുടെ അമ്മയുടെ വൈകാരികത എന്ന് നമുക്ക് കാണാം. അതിനപ്പുറം ഒരു വശമുണ്ടല്ലോ. ഇയാൾക്ക് വധശിക്ഷ വിധിക്കപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോയി നിയമത്തിന്റെ വഴുതിലൂടെ ഊരി വന്ന ഒരാളാണ്. അയാൾ ജീവപര്യന്തം ശിക്ഷയ്ക്കല്ല അർഹൻ, അയാൾ തൂക്കുകയറിനാണ് അർഹൻ എന്ന് അയാൾ തന്നെ ഈ കൃത്യത്തിലൂടെ പറയുകയല്ലേ മാഡം? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഈ സുപ്രീം കോടതിയുടെ വിധി ലീഗൽ സർക്കിളിൽ ഓൾറെഡി ചർച്ചാ വിഷയമാണ്. കാരണം അതിനു മുമ്പുള്ള പല സമാന സാഹചര്യങ്ങളിലും സുപ്രീം കോടതി അത് മെഡിക്കൽ റിപ്പോർട്ട് എന്താണ് എന്ന് മാത്രം നോക്കി അതിൽ തീരുമാനം മർഡറിൻ്റെ കാര്യത്തിൽ എടുക്കാം എന്നാണ് ഇതിനു മുമ്പുള്ള ഒരുപാട് കേസുകളിലും വിധി. അപ്പം മറിച്ചൊരു വിധിയാണ് ഇതിലുണ്ടായത്. അത് വീണ്ടും ഇനി നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഒരു ചൊല്ലുണ്ട്, ജഡ്ജ്മെന്റ് ഈസ് വാട്ട് ജഡ്ജസ് ഈറ്റ് ഇൻ ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അപ്പോൾ ഒരുപാട് അതൊരു ലീഗൽ റിയലിസ്റ്റിക് തിയറിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ അന്നത്തെ ഡിസ്പോസിഷൻ അനുസരിച്ച് മാറും. പക്ഷേ ഇനി ഇതുപോലൊരു കേസ് ഉണ്ടാകുമ്പോൾ മാത്രമേ മറിച്ചൊരു ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ